പിതൃത്വം തേടി ബട്ടർ ചിക്കൻ കോടതി കയറുന്നു. ഹു ഈസ് ദി ഒറിജിനൽ ഡാഡി ഓഫ് ബട്ടർ ചിക്കൻ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ക്യൂരിയസ് ക്യൂസിൻസ് ഓഫ് ഇന്ത്യ പാർട്ട് 3. പെഷാവറിൽ നിന്നും കുടിയേറിയ കുന്ദൻലാൽ ഗുജ്റാളും കുന്ദൻലാൽ ജഗ്ഗിയും ചേർന്ന് ഓൾഡ് ഡൽഹി ദരിയാഗഞ്ചിൽ സ്ഥാപിച്ച പ്രശസ്തമായ മോത്തിമഹൽ ഹോട്ടലിൽ ഇൻവെന്റ് ചെയ്യപ്പെട്ടതാണ് ബട്ടർ ചിക്കൻ. ഒരു ദിവസം രാത്രി റെസ്റ്റോറൻറ്റ് അടയ്ക്കാറായ ടൈമിൽ കയറി വന്ന ഒരു ഗസ്റ്റ് എന്തെങ്കിലും ഒരു ചിക്കൻ ഡിഷ് ആവശ്യപ്പെട്ടപ്പോൾ കിച്ചണിൽ ആകെ ബാക്കിയുണ്ടായിരുന്ന ഒരു ഹാഫ് തന്തൂരി ചിക്കനിൽ ടൊമാറ്റോയും ഗരം മസാലയും ബട്ടറും ചേർത്ത് ഷെഫ് ഒരു പിടി പിടിച്ചപ്പോൾ പിറന്ന പുതിയ ഡിഷാണ് ബട്ടർ ചിക്കൻ എന്നതാണ് ചരിത്രം. പ്രൈം മിനിസ്റ്റർ ആയിരിക്കെ നെഹ്റുവിന്റെ വിരുന്നുകളിലെ സ്ഥിരം കാറ്ററർ ആയിരുന്നു മോത്തിമഹൽ റെസ്റ്റോറൻറ്റ്. മോത്തിമഹലിനെ ആരാധിച്ച VIP-കളുടെ നിരയിൽ ഒബ്രോയ് ഹോട്ടലിന്റെ ഫൗണ്ടർ മോഹൻ സിംഗ് ഒബ്രോയ്, നടൻ രാജ് കപൂർ, ഫിറോസ് ഗാന്ധി, മക്കളായ രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ജാക്കിർ ഹുസൈൻ, സുൽഫിക്കർ അലി ഭൂട്ടോ തുടങ്ങി പലരുമുണ്ട്. എന്നാൽ ഇന്ന് 2024-ൽ ഗുജറാളാണോ ജഗ്ഗിയാണോ യഥാർത്ഥത്തിൽ ബട്ടർ ചിക്കൻ ഇൻവെന്റ് ചെയ്തത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെഷാവറിൽ തങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഗുജറാളാണ് ആദ്യമായി ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് മോത്തിമഹൽ ഹോട്ടലിൻ്റെ ഇപ്പോഴത്തെ ഉടമകളായ ഗുജ്റാൾ ഫാമിലിയും, അതല്ല ജഗ്ഗിയാണ് ആദ്യമായി ഡിഷ് സെർവ് ചെയ്തതെന്ന് വാദിച്ച് 2018-ൽ ബട്ടർ ചിക്കനെ ട്രേഡ് മാർക്ക് ചെയ്ത് കുന്ദൻലാൽ ജഗ്ഗിയുടെ ഫാമിലിയും തർക്കത്തിലാണ്. 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഗുജ്റാൾ ഫാമിലി കേസ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഇൻവെന്റ് ചെയ്ത 70 വയസ്സിലധികം പ്രായമുള്ള ബട്ടർ ചിക്കൻ്റെ യഥാർത്ഥ ഡാഡി ആരാണെന്ന് ഇനി കോടതി നിശ്ചയിക്കും. ആൻഡ് യു ഹെഡ് ഇറ്റ് ഓൺ തോട്ട് ഫോക്സ് ബൈ റമീസ്.